ആഗ്രഹങ്ങളുടെ അനന്തരഫലം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു തിരഞ്ഞെടുക്കും? മിക്ക ആളുകളും തിരഞ്ഞെടുക്കുന്നത് പണമായിരിക്കും, അല്ലേ? മിസ്റ്റർ വൈറ്റിൻ്റെ കുടുംബവും ആഗ്രഹിച്ചത് അതുതന്നെയായിരുന്നു. എന്നാൽ നമ്മൾ പ്രയത്നിക്കാതെ എന്തു തന്നെ ആഗ്രഹിച്ചാലും അതിനൊരു അനന്തരഫലമുണ്ടാകും. അതുതന്നെയാണ് വൈറ്റിനും സംഭവിച്ചത്. ആ കഥയാണ് വില്യം വൈമാർ ജേക്കബ്സിൻ്റെ പ്രശസ്ത കൃതിയായ ദ മങ്കീസ് പോ പറയുന്നത്. നിരവധി നാടകങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും സിനിമകൾക്കും വിഷയമായ കൃതിയാണ് ദ മങ്കീസ് പോ. ആ കഥയാണിത്. എൻ്റെ മോനെ, പാവം, എനിക്ക് എന്തു ചെയ്യാനാകും? മേജർ മൊറീസിനെ വിവരമറിയിച്ചാലോ? വേണ്ട, കൈപ്പത്തി അപകടമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് തന്നതായിരുന്നു. എൻ്റെ അതിമോഹമാണ്. തങ്ങളുടെ ദുഃഖമകലാൻ എന്തെങ്കിലും സന്തോഷവാർത്ത ഉണ്ടായെങ്കിലെന്ന് ആ ദമ്പതികൾ മോഹിച്ചു. ഈ കുഗ്രാമത്തിലേക്ക് ആരു വരാനാണ്? എല്ലാം എൻ്റെ വിധി. അവളെവിടെ? ആരാണ് ഈ സംസാരിക്കുന്നത്? പുറത്തു നിന്നാണല്ലോ. ഇവിടെ എന്തൊരു തണുപ്പാണ്. നീ അകത്തേക്ക് വരൂ. തണുപ്പാണല്ലേ? അപ്പോൾ ഒരാഴ്ചയായി ശവപ്പറമ്പിൽ ഉറങ്ങുന്ന എൻ്റെ മോൻ അതിലേറെ തണുപ്പ് അനുഭവിക്കുന്നുണ്ടാവില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ എന്ത് പറയണം ഞാൻ? ഈ മഹാദുരിതത്തിനെല്ലാം കാരണം നിങ്ങൾ ഒരുത്തനാണ്. അപകടമാണെന്ന് മേജർ പറഞ്ഞിട്ടും നിങ്ങൾ എൻ്റെ പൊന്നുമോനെ കൊലയ്ക്ക് കൊടുത്തിട്ട് വേണമായിരുന്നല്ലേ നിങ്ങൾക്ക് 200 പവൻ നേടാൻ. നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ തളർന്നു പോകുന്നു. എവിടെയത്? ആ കുരങ്ങൻ്റെ കൈപ്പത്തി. ആരാണ്? എന്താണ് കേൾക്കുന്നത്? ഏയ്, നീ എന്താണ് തിരയുന്നത്? എവിടെ ആ കുരങ്ങൻ്റെ കൈപ്പത്തി? നീ അത് കണ്ട് പേടിച്ചിരിക്കുകയാണോ? എനിക്കത് വേണം. പറ, എവിടെയാണ് ആ കുരങ്ങൻ്റെ കൈപ്പത്തി? എന്തിനാണ് നിനക്കിപ്പോൾ ആ നശിച്ച സാധനം? എനിക്കത് വേണം. അത് താഴത്തെ അലമാരയിൽ കാണും, സ്വീകരണ മുറിയിലെ. നന്നായി നന്നായി. ഞാൻ ഇപ്പോഴാണ് അതേക്കുറിച്ച് ഓർത്തത്. നേരത്തെ എന്തുകൊണ്ട് ഓർത്തില്ല? നിങ്ങൾ ഓർത്തില്ലല്ലോ. എന്തിനെക്കുറിച്ച് ഓർത്തില്ലെന്നാണ്? നമ്മുടെ രണ്ടാമത്തെ ആഗ്രഹം. നമ്മുടെ ഒരാഗ്രഹമല്ലേ അതുകൊണ്ട് സാധ്യമായുള്ളൂ. ഇനിയും ബാക്കി 2 ഉണ്ടല്ലോ. നമ്മുടെ ആ ഒരാഗ്രഹം കൊണ്ട് നിനക്ക് മതിയായില്ലേ? ഇല്ല ഇല്ല, എനിക്ക് ഇനിയും മതിയായിട്ടില്ല. എനിക്ക് ഇനിയും ഉണ്ട് ആഗ്രഹങ്ങൾ. താഴെ പോയി അതെടുത്തുകൊണ്ട് വരൂ, വേഗം. കൊണ്ടുവരാം. എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹങ്ങൾ? നിങ്ങൾ താഴെ പോയ കുരങ്ങ കൈപ്പത്തി എടുത്തുകൊണ്ട് വരൂ. എന്നിട്ട് 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 എൻ്റെ മോൻ ഹെർബർട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കൂ. എടീ, നിനക്ക് ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാണ്. എനിക്ക് എൻ്റെ മോനെ വേണം. അവനില്ലെങ്കിൽ എനിക്ക് മുഴു ഭ്രാന്ത് പിടിക്കും. നീ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. ദൈവമേ, ഇവൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. അത് കൊണ്ടുവരാൻ, എന്നിട്ട് എൻ്റെ മോനെ തിരികെ തരാൻ ആഗ്രഹിക്കൂ. ശരി ശരി, നീ ഒന്ന് അടങ്ങ്. പ്രിയേ, നീ നിന്റെ ആ ആഗ്രഹം കളയൂ. അനർഹങ്ങളും അതുവഴി ദുരിതങ്ങളും മാത്രമേ ആഗ്രഹം വഴി നമുക്കുണ്ടാകൂ എന്ന് ബോധ്യമായതല്ലേ. ഇനിയും ഒരു പരീക്ഷണം വേണോ? വേണം. എൻ്റെ മോൻ നഷ്ടപ്പെട്ടതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് വരാനില്ല.